29 ഏപ്രിൽ ചൊവ്വാഴ്ചത്തെ മിനി വ്ലോഗാണ്. 2 ആഴ്ച അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് ആദ്യം ചെയ്തത് പൂജാ റൂം ക്ലീനിങ് ആണ്. തലേന്ന് തന്നെ വിളക്കൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ, അതായത് ചൊവ്വാഴ്ച രാവിലെ ഉമ്മറപ്പടിയും വാതിലൊക്കെ നന്നായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് തുടച്ച്, പിന്നെ മഞ്ഞൾ, കുങ്കുമം, ചന്ദനമൊക്കെ തേച്ച് പിടിപ്പിച്ച് കർപ്പൂര ആരതിയൊക്കെ എടുത്തു. സാധാരണ ഞാനിത് വെള്ളിയാഴ്ചയാണ് ചെയ്യാറ്. ഇന്നലെ പിന്നെ കുറേ ദിവസമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പം നല്ല ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യണത് വളരെ നല്ലതാട്ടോ. അതിന് ശേഷം എന്താ പൂജാ റൂം ചന്ദനം, കുങ്കുമം, മഞ്ഞളൊക്കെ കൊണ്ട് പൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ വെച്ച്, വീട്ടിലുള്ള പൂക്കൾ തന്നെയാണ് ഇന്നലെ എടുത്തത്. ഇത് ചെയ്തു വരാൻ കുറച്ച് നീണ്ട പ്രോസസ്സാണെങ്കിൽ പോലും അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വിളക്ക് കൊളുത്തി നമുക്ക് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ മനസ്സിന് ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇത്രയും നാൾ അതില്ലാതെ എന്തോ പോലെയായിരുന്നു. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോഴേ മുരുക ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം പോലെയാണ്. മുരുകന് ചൊവ്വാഴ്ച അത്രയും വിശേഷപ്പെട്ടാണ്. മാത്രമല്ല ഇന്നലെ കാർത്തിക കൂടെ വരുന്നത് കൊണ്ട് കുറച്ചുകൂടെ വിശേഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇന്നലെ പിന്നെ വിജോട്ടറ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അത്രയും വലിയ ചക്ക, പിന്നെ അവരുടെ തന്നെ തൊടിയിൽ കായ്ച്ച നല്ല ഫ്രഷായിട്ട് കെമിക്കലൊന്നും ചേർക്കാത്ത വെണ്ടയ്ക്ക, പിന്നെ കുറച്ചധികം മാങ്ങകൾ, ഇതൊന്നും ഒരു കെമിക്കലില്ലാതെ കഴിക്കാൻ പറ്റിയ തന്നെ വലിയൊരു സമാധാനമാണ്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയൊക്കെ കൊടുത്തു വിട്ടിരുന്നു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ കൊടുമ്പിലുള്ള മുരുകക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തോന്നി കേട്ടോ. കുറേ ആയി അവിടെ പോയിട്ട്. അടുത്ത് തന്നെയാണ്, എന്നാലും എപ്പോഴും പോവാറൊന്നുമില്ല. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. പഴനിയിൽ മുരുകനാണ് ഇവിടെ എന്നാണ് സാരം കേട്ടോ. അപ്പോൾ നല്ലൊരു അമ്പലമാണ്. തമിഴ് കൾച്ചറാട്ടോ ഇവിടെ കൂടുതലും ഫോളോ ചെയ്യണത് ഈ ഒരു പ്രദേശത്ത്. അപ്പോൾ തമിഴ് അമ്പലമായിട്ടാണ് അത് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു സമാധാനം. ഇന്നലെ പെട്ടെന്ന് അവിടേക്ക് പോകണമെന്ന് തോന്നി, അങ്ങനെ പോയതാണ്. പിറ്റേന്ന് അക്ഷയതിഥി ആയതുകൊണ്ട് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. ഇതുപോലുള്ള വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്